നമ്മളെല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. ഒരു ഗാർഹസ്ഥ്യ ജീവിതം എന്ന് പറയുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമല്ല കുറച്ച് സുഖവും അടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പം ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. പുരാണ കഥകളിൽ, ഇതിഹാസങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത് എന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, പഞ്ചപാണ്ഡവന്മാർ ശക്തന്മാരാണ്, രാജകുമാരന്മാരാണ്, ബുദ്ധിമതികളാണ്, എല്ലാ ഗുണങ്ങളും അവർക്കുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ അജ്ഞാതവാസത്തിന് പോകേണ്ടി വന്നു. ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ജീവിക്കേണ്ട ഒരു ഘട്ടത്തിൽ അവരെത്തിപ്പെട്ടു. അവർ രാജകുമാരന്മാരാണ്. സാധാരണക്കാരൻ ചെയ്യുന്നതുപോലെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു പരിശീലനം അവർ കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. കൂടെ അവരുടെ പത്നി പാഞ്ചാലിയുണ്ട്. അവരാഹാരത്തിന് പോലും ബുദ്ധിമുട്ടി. ധാരാളം ആഹാരം കഴിക്കാൻ ആഗ്രഹമുള്ള ഭീമസേനൻ കൂടെയുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവരുടെ കഥ? പഞ്ചപാണ്ഡവന്മാർ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയ സമയത്ത് നമുക്കറിയാം, കൃഷ്ണനാണ് അവരെ രക്ഷിച്ചത്. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും, കൃഷ്ണൻ ആ സമയത്ത് അവരെ രക്ഷിക്കും. പക്ഷേ ആഹാരത്തിൽ പോലും ബുദ്ധിമുട്ടി ആരാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം പ്രയാസപ്പെട്ടതാണ് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഗതികേട്? ഉദാഹരണമായിട്ട് പലപ്പോഴും നമുക്കറിയാം, ഗൾഫ് നാടുകളിൽ നമ്മുടെ ഇവിടുന്ന് സാധാരണക്കാർ അധ്വാനിക്കാൻ പോയി അവിടുന്ന് പാസ്പോർട്ടും വിസയും നഷ്ടപ്പെട്ടാൽ അവരാകെ ഗതികേടിലായിരിക്കും. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ. ഇതുപോലെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ പഞ്ചപാണ്ഡവന്മാർ എത്തിപ്പെട്ടു. ഞങ്ങൾ രാജകുമാരന്മാരാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ അത് പറയാൻ നിവൃത്തിയില്ല. തങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് വെളിപ്പെടുത്താൻ പറ്റില്ല. ആ സമയത്ത് പാഞ്ചാലിയാണ് അവരെ രക്ഷിച്ചത്. നമുക്ക് അത്ഭുതം തോന്നാം, പക്ഷേ കഥ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം പാഞ്ചാലി സൂര്യഭഗവാനെ ഉപാസിച്ചു. സൂര്യൻ പ്രത്യക്ഷമായി അക്ഷയപത്രം കൊടുത്തു. അവരുടെ പ്രയാസങ്ങൾ മുഴുവൻ തീർന്നു. അപ്പോൾ സൂര്യഭഗവാനെ ഉപാസിക്കണമെങ്കിലുള്ള മന്ത്രം ഏതാണ്? അത് ഗായത്രി മന്ത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗായത്രി മന്ത്രോപാസനയിലൂടെ ആ മന്ത്രസിദ്ധി വരുത്തിയ വ്യക്തിത്വമായിരുന്നു പാഞ്ചാലിയുടേത്. സാധാരണ പലരും പറയാറുണ്ട്, സ്ത്രീകൾക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇടക്കാലത്ത് വന്ന ഒരു അന്ധവിശ്വാസമാണത്, ഒരു അനാചാരമാണത്. പാഞ്ചാലി സൂര്യഭഗവാൻ ഉപാസിക്കുകയും ആ ചൈതന്യം പ്രത്യക്ഷമാവുകയും ചെയ്തവർക്ക് അതിൻ്റെ ഫലമായിട്ട് അവർ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മോചനം നേടി. തൻ്റെ ശക്തന്മാരായ ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാവുന്ന ഒരു നല്ല ഉദാഹരണമാണ്. സാധനയിലൂടെ, ഗായത്രി മന്ത്രസാധനയിലൂടെ, ഗായത്രി ഉപാസനയിലൂടെ നമുക്ക് ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാകാം. അതുകൊണ്ട് ഈ മന്ത്രസാധന നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഭൗതികമായ ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥന്മാരായ ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുവായിട്ട് ഈ സാധനാമാർഗം സ്വീകരിക്കണം. ജീവിതത്തിൽ പല പ്രയാസങ്ങളും തീരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അവിടെ മുക്തി നേടാൻ വേണ്ടിയിട്ട്, മോചനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ആ അവസ്ഥയിൽ മോചനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയാലുള്ള ഊർജം ഗായത്രി മന്ത്രസാധനയോട് ലഭിക്കും എന്നൊരു കാര്യം ഉറപ്പാണ്. ഇത് കഥ മാത്രമല്ല, ഇത് അനുഭവിച്ച ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാട് ജീവിച്ച് നമുക്ക് കാണാൻ കഴിയും. നമുക്കും ജീവിതത്തിൽ ഇത് പകർത്താവുന്നതാണ്.